നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അന്തരിച്ച സീരിയൽ സിനിമ നടനായ വിഷ്ണു പ്രസാദുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ. എറണാകുളത്ത് അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. അടുത്തുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളും സിനിമ സീരിയൽ രംഗത്തു നിന്നുള്ള പ്രമുഖരുമൊക്കെ തന്നെ അദ്ദേഹത്തിനെ കാണുകയും ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. ബീന ആന്റണിയും അതുപോലെ തന്നെ സീമാജി നായരും ഒക്കെ തന്നെ അദ്ദേഹവുമായി ഒന്നിച്ചുള്ള പ്രധാന നിമിഷങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുകയാണ്. അന്തരിച്ച നടൻ വിഷ്ണു പ്രസാദിനെ അനുസ്മരിച്ച് സീമാജി നായർ രംഗത്ത് വരുന്നു. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പോയി സുഖവിവരം അന്വേഷിച്ചിരുന്നുവെന്നും എന്നാൽ ഇത്ര പെട്ടെന്ന് വിഷ്ണു വിട പറയുമെന്ന് കരുതിയിരുന്നില്ല എന്നും സീമ പറയുകയാണ്. വിഷ്ണു പ്രസാദ് വിട പറഞ്ഞു. എത്രയോ വർഷത്തെ ബന്ധം. എന്റെ അപ്പു 6 മാസമായപ്പോൾ തുടങ്ങിയ ബന്ധം. മെഗാ സീരിയലായ ഗോകുലത്തിൽ എന്റെ സഹോദരനായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധം. അപ്പുവിന്റെ 1ാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു. എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി. കഴിഞ്ഞ ആഴ്ച ഈ ആസ്റ്റർ മെഡിസിറ്റിൽ പോയി അവനെ കണ്ടു. ഞാൻ കുറെ കോമഡിയൊക്കെ പറഞ്ഞു. ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു. പിന്നീട് വിഷ്ണുവിന്റെ ഭാര്യ കവിത എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി വന്നത് വലിയ ആശ്വാസമായി എന്ന്. കൂടെ ആശ്വാസമായി തന്നെ എപ്പോഴും നിൽക്കാനും ആണ് പോയത്. കൂടെ എപ്പോഴും ആശ്വാസത്തിന് തന്നെയാണ് ഞാനും പോയത്. കരൾ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു. വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയുമെന്ന് കരുതിയില്ല. ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വിവരം അറിയുമ്പോൾ കവിതയെ, അതായത് ഭാര്യയെ വിളിച്ച് സത്യം ആണോ എന്ന് അറിയാനാണ് ശ്രമിച്ചത്. അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി. പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി. മറ്റന്നാളായിരിക്കും അടക്കം. എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്കും. അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു എന്ന് മാത്രമാണ് പറഞ്ഞ സീമാജി നായർ വെക്കുന്നത്. വിഷ്ണുവിന് വിട എന്ന സീമയുടെ വാക്കുകൾ പറഞ്ഞു വെക്കുകയാണ്. സീരിയൽ നടൻ വിഷ്ണു പ്രസാദിനെ അനുസ്മരിച്ച നടി ബീന ആന്റണി രംഗത്ത് വരികയാണ്. സീരിയലിൽ തന്റെ അനുജനായി അഭിനയിച്ച അന്നു മുതലുള്ള സൗഹൃദമാണ് വിഷ്ണുവും താനും തമ്മിലെന്ന് ബീന ആന്റണി പറയുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ ജീവിതം കൈവിട്ടുകളഞ്ഞ പ്രിയ സഹോദരൻ. സീരിയലിൽ എന്റെ അനുജനായി അഭിനയിച്ച അന്നു മുതലുള്ള സൗഹൃദം. ഒരുപാട് തവണ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവിതം കൈവിട്ട് കളയല്ലേ എന്ന്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അവസാനിച്ചു. പ്രിയ സഹോദരന് വിട. നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ബീന ആന്റണി പറയുകയാണ്. എന്തായാലും കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കുകയായിരുന്നു നടൻ. ആരോഗ്യാവസ്ഥ തീർത്തും മോശമായതിനാൽ തന്നെ കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗമില്ല എന്ന ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിക്കുകയായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും. കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നുവെങ്കിലും ചികിത്സിക്കാനുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം. ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ടായിരുന്നുവെന്നാണ് നൊമ്പരക്കുറിപ്പുമായി സീമാജി നായർ വന്നത്. ചികിത്സയ്ക്കായി ഏകദേശം 30 ലക്ഷം രൂപയോളം ചെലവ് വരുമായിരുന്നു. സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തരമായ സഹായമായി ഒരു തുക നൽകിയിരുന്നു. പിന്നീട് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെ തുക കണ്ടെത്താനായി ശ്രമിക്കുകയുണ്ടായി. അതിനുള്ള തുക സമാഹരിക്കുന്നതിനിടയിലാണ് രോഗം മൂർച്ഛിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു സങ്കട വാർത്ത. വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിൽ ആയിരുന്നു എന്ന് പറയുന്നു. ആദരാഞ്ജലികൾ. അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വിഷ്ണുവിന്റെ മരണവാർത്ത പങ്കുവച്ച കിഷോർ സത്യ കുറിച്ച വാക്കുകളായിരുന്നു ഇത്. മലയാള സിനിമ സീരിയൽ മേഖലയിൽ വർഷങ്ങളായി ചിരപരിചിതമായ മുഖമാണ് നടൻ വിഷ്ണു പ്രസാദിന്റേത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് വിടവാങ്ങിയത്. ആ വിവരം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ കൂടിയായ കിഷോർ സത്യ തന്നെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ചികിത്സാ സഹായമായി പണം സ്വരൂപിച്ച് വരികയായിരുന്നു അന്ത്യം. കരൾ രോഗബാധിതനായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത കാശി എന്ന സിനിമയിലൂടെ ആയിരുന്നു വിഷ്ണു പ്രസാദിന്റെ സിനിമാ പ്രവേശനം. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ നാഥനായിരുന്നു അദ്ദേഹം എന്നും പറയുന്നു. അതുപോലെ തന്നെ ഈ കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷമിട്ട നടൻ കൂടിയാണ് വിഷ്ണു പ്രസാദ്. പിൻകാലത്ത് TV സീരിയലുകളിലൂടെയാണ് വിഷ്ണു പ്രസാദ് തന്റെ കഴിവ് പ്രകടമാക്കിയത്. സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ, സീരിയൽ താരങ്ങളുടെ കൂട്ടായ്മയായ ആത്മ തുടങ്ങിയവയിൽ സജീവ സാന്നിധ്യമായിരുന്നു വിഷ്ണു പ്രസാദ്. അടിയന്തര സഹായമായി മിനി സ്ക്രീൻ താരങ്ങൾ അടങ്ങുന്ന ആത്മ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു തുക എത്തിച്ചു നൽകിയിരുന്നു. എന്തായാലും ഇന്ന് ഭാര്യയും മക്കളും അടക്കമുള്ളവരുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ഭാര്യ അവർ സൂംബ അധ്യാപികയാണ്. സ്കൂളുകളിലടക്കം സൂംബ പരിശീലനം നൽകാറുള്ള ഒരു അധ്യാപിക കൂടിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന സൂംബ ഇൻസ്ട്രക്ടർമാരിൽ ഒരാളായ കവിത വിഷ്ണുവാണ് വിഷ്ണു പ്രസാദിന്റെ ഭാര്യ. കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ സൂംബ മാരത്തോൺ നടത്താൻ കവിതയുടെ നേതൃത്വത്തിലെ സൂംബ സംഘം മുന്നോട്ട് വന്നിരുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന വിശ്വാസത്തെ അധികരിച്ചാണ് സൂംബ
അരങ്ങേറുക. വിഷ്ണുവിനും കവിതയ്ക്കും 2 പെൺമക്കളാണ് ഉള്ളത്. അഭിരാമി നായരാണ് മൂത്ത മകൾ. നടിയും മോഡലുമാണ് അഭിരാമി. നിരവധി ഫാഷൻ റാമ്പുകൾ നടന്ന അഭിരാമി ബ്രാൻഡ് പ്രൊമോഷൻസും ചെയ്യാറുണ്ട്. 2022 ഫെമിന മിസ് ഇന്ത്യ കേരള ടോപ്പ് 10 ഉള്ള ഒരാളായിരുന്നു അഭിരാമി. 2021 മിസ് കേരള ടോപ്പ് 5 അഭിരാമി ഉൾപ്പെട്ടിരുന്നു. പോയ വർഷം എലോൺ എന്ന ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച വിവരവും അഭിരാമി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ വെല്ലുവിളി നേരിട്ട വേളയിലും 2 ദിവസം മുൻപ് വരെ അഭിരാമി അപ്ഡേറ്റുകളുമായി അവരുടെ പേജിൽ നിറഞ്ഞു നിന്നിരുന്നു. അനാനികയാണ് രണ്ടാമത്തെ മകൾ. റൺവേ മോഡൽ എന്നാണ് അനാനിക തന്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചേച്ചിയുടെ പാത പിന്തുടർന്ന് അനാനികയും ആ മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു. അനാനികയ്ക്കും അച്ഛൻ തന്റെ ജീവനാണ്. ഡാഡീസ് ഗേൾ എന്ന ക്യാപ്ഷൻ നൽകിയുള്ള ചിത്രങ്ങൾ അനാനിക അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാവരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലും വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. എന്തായാലും വിഷ്ണുപ്രസാദിന്റെ വിയോഗ വാർത്തയിൽ അമ്പരന്ന് നിൽക്കുക തന്നെയാണ് കുടുംബം ചെയ്യുന്നത്. വളരെ വേദനയോടുകൂടി തന്നെയാണ് പലരും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത്.